ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ആപ്ലെറ്റിൻ്റെ അകത്ത് ഓവൽ ഷേപ്പും അതേപോലെ സർക്കിൾസൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇതിന് രണ്ടിനും കൂടെ ആയിട്ട് ഒരു കോമൺ ഫങ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളുടെ ഡ്രോറെറ്റ് പോലെ തന്നെ ഡ്രോ ഓവൽ എന്നും പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓവൽ ഷേപ്പ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഗ്രാഫിക്സ് ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഡ്രോ ഓവൽ മെത്തേഡ് കോൾ ചെയ്യാണ്. അതിനായിട്ട് g.draw ഓവൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് വരുന്ന ഫസ്റ്റ് പാരാമീറ്റർ എല്ലാം തന്നെ നമ്മളുടെ പാരാമീറ്റേഴ്സ് എല്ലാം തന്നെ ഡ്രോറെറ്റിന് സിമിലറാണ്, എക്സാക്ട്ലി സെയിം തന്നെയാണത്. അപ്പോൾ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് ടൈപ്പ് ചെയ്യാനാണ്. ഞാനപ്പോൾ റാൻഡമായിട്ടൊരു 30 കൊടുക്കുവാണ്. പിന്നെ വൈ കോർഡിനേറ്റ് ഒരു 40 കൊടുത്തു. ഇതിപ്പോൾ നമ്മൾ പഠിക്കേണ്ടതായതുകൊണ്ട് ഈ എക്സ് വൈ കോർഡിനേറ്റ്സ് അത്ര ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമല്ല. ലൈക്ക് ഈവൻ തോ നമ്മളിപ്പോൾ പ്രോഗ്രാം ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യണ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ട സാഹചര്യത്തിൽ മാത്രമേ നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. നമ്മൾക്ക് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഓവൽ അവിടെ പ്രസൻ്റായി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ടും എക്സ് വൈ കോർഡിനേറ്റ്സ് അത്ര ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വരുന്നത് വിഡ്ത്ത് എന്നുള്ള പാരാമീറ്ററാണ്. അതിന് ഞാനൊരു 400 കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഓവൽ കുറച്ച് വൈഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഹൈറ്റ് ഞാനൊരു 200 കൊടുക്കുവാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് ഇനി ഞാനിത് സേവ് ചെയ്തിട്ട് ഞാനിത് എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ കമ്പൈൽ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സിക്യൂട്ട് ചെയ്ത്. ഇപ്പോൾ നമ്മളുടെ ആപ്ലെറ്റ് വന്നിട്ടുണ്ട്. ആപ്ലെറ്റിൻ്റെ അകത്ത് നമുക്കൊരു ഓവൽ ഷേപ്പ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ടുള്ള രീതിക്കാണ് വരേണ്ടതെങ്കിൽ ആ ഡ്രോ ഓവൽ മാറ്റിയിട്ട് ഫിൽ ഓവൽ എന്ന് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളുടെ ഓവലിൻ്റെ അകത്തൊരു കളറ് ഫില്ല് ചെയ്തായിരിക്കും വരിക. ഇത് ഞാൻ ഇപ്പോൾ ചേഞ്ചസ് വരുത്തി ഫിൽ ഓവലാക്കിയപ്പോൾ ഔട്ട്പുട്ട് ഇതേപോലെ വരും. അത് നമ്മളുടെ യൂസ് കേസ് അനുസരിച്ചിട്ട് ഇത് നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിത് രണ്ടും ഇവിടെ കാണിക്കണമെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഓവൽ ക്രിയേറ്റ് ചെയ്ത് ഇനിയിപ്പോൾ സർക്കിളാക്കണമെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. വിഡ്ത്തും ഹൈറ്റും സെയിം വാല്യൂ തന്നെ കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് ഞാനിവിടെ 400 ആണ് വിഡ്ത്ത് കൊടുത്തത്. നമ്മളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 200 ആണ്. അപ്പോൾ ഹൈറ്റിന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിഡ്ത്ത് 400 നിന്ന് 200 ആക്കി മാറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ സേവ് ചെയ്ത് ഒന്നുകൂടി ഈ പ്രോഗ്രാം കമ്പൈൽ ചെയ്തു. എന്നിട്ട് ഞാനിത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആപ്ലെറ്റിൻ്റെ അകത്ത് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓവലും അതുപോലെ സർക്കിളൊക്കെ ഒരു ആപ്ലെറ്റിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്.